നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. 3 പേരുകളാണ് അങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ വേണ്ടി MLA-മാരുടെ ഒരു കൂടിയാലോചന യോഗം KPCC ആസ്ഥാനത്ത് നടക്കുന്നു. അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കൊല്ലത്തെ നിയുക്ത MLA ആയ ബിന്ദു കൃഷ്ണ വരുന്നു. അപ്പോൾ ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന വ്യക്തി പിന്നീട് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് CPM-ൽ പോവുകയും അവിടെ AKG സെൻറ്ററിലെ കുടിയെടുപ്പുകാരനായി പിന്നീട് കൈരളി ചാനലിൽ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരമ്പര തന്നെ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ചെറിയാൻ ഫിലിപ്പ് പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും വിചാരം ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസിലേക്ക് വന്നതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരമാണോ അതോ CPM-ൻ്റെ സംസ്കാരമാണോ അദ്ദേഹം ഈ കാണിച്ചത് എന്നറിയില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് വലിയ വിജയം നേടിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബിന്ദു കൃഷ്ണയെ കണ്ടിട്ട് ബിന്ദു കൃഷ്ണ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൈ നീട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊണ്ട് മാത്രം മതിയാവില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യ ശ്രമം തന്നെ ബിന്ദു കൃഷ്ണ തടയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സാമാന്യ ബോധമുള്ള ഒരാൾ ചെയ്യേണ്ടത് പിന്നീട് അതിന് ശ്രമിക്കാതിരിക്കുക എന്നതാണ്. അതാണ് അന്താരാഷ്ട്ര മര്യാദ. ഇപ്പോൾ അന്താരാഷ്ട്ര മര്യാദയുടെ കാര്യം നമ്മുടെ ഇവിടെ പറയേണ്ട കാര്യമില്ല എങ്കിലും പറയാം. ഒരു പുരുഷനോട് ആണെങ്കിലൊക്കെ നമുക്ക് ആദ്യം തന്നെ ഹസ്തദാനത്തിനായിട്ട് കൈനീട്ടാം. എന്നാൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ ഓഫർ ചെയ്യാതെ, അതായത് അവർ മുന്നോട്ട് കൈനീട്ടുന്നുണ്ടെങ്കിൽ മാത്രം കൈ കൊടുക്കുക. പിന്നീടല്ലേ ഉള്ളൂ ആലിംഗനത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. നമുക്കറിയാം നരേന്ദ്രമോദി ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും അവിടുത്തെ പുരുഷന്മാരായിട്ടുള്ളവരെ ആലിംഗനം ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ വനിതാ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഉണ്ടെങ്കിൽ അവരെ നോക്കി കൈകൂപ്പുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുക. വളരെ അപൂർവമായിട്ട് ഷേക്ക് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ നേരെ കൈനീട്ടിയവർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വളരെ അപൂർവം എന്ന് തന്നെ പറയാം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. പക്ഷേ ഇവിടെ അതിൻ്റെ എല്ലാം ലംഘനമാണ് കാണുന്നത്. തുടക്കത്തിൽ തന്നെ ബിന്ദുകൃഷ്ണ കൈനീട്ടുന്നുണ്ട്. അത് പക്ഷേ ഹസ്തദാനത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ചെറിയാൻ ഫിലിപ്പിന് അത് മാത്രം പോരാ, കെട്ടിപ്പിടിക്കണം. ആദ്യം ഒന്ന് ശ്രമിക്കുമ്പോൾ ബിന്ദുകൃഷ്ണ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളിലെ ആണധികാരം ഉണർന്ന് കാണണം, അതുകൊണ്ടായിരിക്കും വീണ്ടും ശ്രമിച്ചത്. പക്ഷേ സാമാന്യബോധവും ഔചിത്യബോധവും പരിസരബോധവും ഉള്ളൊരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ കണ്ടല്ലോ എന്നുള്ള ചമ്മൽ മാറ്റിയേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കാതിരിക്കുക എന്നതാണ് സാമാന്യ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടത്. പക്ഷേ അയാൾ അതല്ല കാണിച്ചത്. അയാൾ വീണ്ടും ശ്രമിക്കുകയും ഒടുവിൽ അയാളെ തട്ടി മാറ്റിക്കൊണ്ട് ബിന്ദുകൃഷ്ണയ്ക്ക് അകത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വലിയ വൈറലാണ്. ചെറിയാൻ ഫിലിപ്പ് എന്ന വ്യക്തിയെപ്പറ്റി ഇന്ന് വരെ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മളാരും കേട്ടിട്ടില്ല. ഇതിനർത്ഥം അയാൾ മോശമാണ് എന്നല്ല. പക്ഷേ അയാൾക്ക് ആ സമയത്ത് തലകാല ബോധം ഇല്ലാതെ പോയതിൻ്റെ കുഴപ്പമാണ്. ആദ്യം അവർ നിഷേധിച്ചപ്പോൾ അയാൾ വീണ്ടും അത് ശ്രമിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അയാളുടെ ഉള്ളിലുള്ള ആ അഹങ്കാരമോ അധികാരമോ വല്ലതും വല്ലാതെ വ്രണപ്പെട്ട് കാണും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ വീണ്ടും അതിലേക്ക് ശ്രമിച്ചത്. അത് പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചെറിയാൻ ഫിലിപ്പ് എന്നല്ല, ആരും അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു വനിതയാണ് എതിരെ നിൽക്കുന്നതെങ്കിൽ അവർ ഓഫർ ചെയ്താൽ മാത്രം ഹസ്തദാനം നൽകുക, അല്ലാതെ കയറി അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കരുത് എന്നൊരു പാഠം കൂടിയാണ്. ഇനി ഈ സംസ്കാരം ഇയാൾ പഠിച്ചത് കോൺഗ്രസിൻ്റെ സംസ്കാരം തന്നെയാണോ അതോ കുറേ കാലം CPM-ൻ്റെ കൂടെ നിന്നുകൊണ്ട് അവിടുന്ന് കിട്ടിയതാണോ എന്നറിയില്ല. എന്തായാലും വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ബിന്ദുകൃഷ്ണ ഒരുപക്ഷെ അവരുടെ സുഹൃത്തായിരിക്കാം. ഒരുപക്ഷെ അവർ മാത്രമുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയിരിക്കും. മോശമായിട്ടുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയിലായിരിക്കാം അവിടെ ചെറിയാൻ ഫിലിപ്പ് അതിന് ശ്രമിച്ചത്. പക്ഷേ ഒരുപാട് ക്യാമറ കണ്ണുകളും ആളുകളും ഒക്കെ നിന്ന സമയത്ത് ബിന്ദുകൃഷ്ണ അത് നിരസിച്ചുവെങ്കിൽ, അത് ആദ്യ ശ്രമത്തിൽ നിരസിച്ചുവെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്തിരിയുകയാണ് ശരിക്കും ചെറിയാൻ ഫിലിപ്പ് ചെയ്യേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അത് കുറേ കാലമെങ്കിലും ഈ വീഡിയോ ട്രോളായി കിടന്ന് ഓടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴും പറയട്ടെ, ഇന്നേ വരെ ചെറിയാൻ ഫിലിപ്പിനെ പറ്റി ഇതേപോലെ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരാമർശമോ ഒരു ആരോപണവും നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ എന്ത് പറ്റി എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതൊരു ട്രോൾ മെറ്റീരിയലായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല.